എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വെൽനസ് വിത്ത് വിധു. എൻ്റെ പേര് വിധു ഹരിദാസ്. ഞാൻ സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽനസ് പ്രൊമോട്ടർ. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാൽഷ്യം കൊണ്ട് വരുന്നതാണോ, അത് കാൽഷ്യം ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ഇല്ലാണ്ട് വരുന്നതാണോ, ഏതൊക്കെ വൈറ്റമിൻസ് ഏതൊക്കെ മിനറൽസും ഒരുമിച്ചെടുക്കാം, ഇങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റോറി ലൈനിൽ കൂടെ നമുക്ക് സാധാരണ മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എങ്ങനെയാണ് വൈറ്റമിൻസും മിനറൽസും ഒരു ടീമായിട്ട് നിന്ന് വർക്ക് ചെയ്യണേ, എങ്ങനെയാണ് ഒന്നിൻ്റെ എബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യണേ, ബോൺ ഹെൽത്തിന് എന്തൊക്കെ വേണമെന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. ബോണിനെ ഒരു കൊട്ടാരമായിട്ടൊന്ന് ഇമാജിൻ ചെയ്യും. അത് പണിതെടുക്കാനായിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ള ഒരു ഇമാജിനേഷനിൽ നമുക്ക് മനസ്സിലാക്കി തുടങ്ങാം. വലിയൊരു കൊട്ടാരം പണിയാനായിട്ട് കുറേ അധികം ആൾക്കാർ ആവശ്യമുണ്ട്. അത് നമ്മുടെ ന്യൂട്രിയൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെ ഈ ബോണിൻ്റെ സ്ട്രക്ചറിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഹീറോ അവിടെ ഉണ്ട്. അതാണ് കാൽഷ്യം. ഈ കാൽഷ്യം എന്ന് പറയുന്ന ആ ഹീറോ ആണ് അവിടുത്തെ ബ്രിക്കായിട്ട് നമ്മൾ കണക്ക് കൂട്ടുക. അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കാസിലിൻ്റെ ബ്രിക്കാണ് ഈ കാൽഷ്യം. അതായത് നമ്മുടെ ബോൺ എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിൻ്റെ മെയിൻ ഘടകമാണ് കാൽഷ്യം. ഈ കാൽഷ്യത്തിൻ്റെ സ്വപ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാസിൽ മുഴുവനും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോൺസും ടീത്തും ഉണ്ടാവണം എന്നാണ്. അതായത് ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഏറ്റവും സ്ട്രെങ്ത്ത് അവനായിരിക്കണം. അപ്പോൾ ബോൺസും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോൺസും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടീത്തും ഉണ്ടാവണം എന്നാണ് ഈ കാൽഷ്യത്തിൻ്റെ ആഗ്രഹം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കാൽഷ്യത്തിന് അറിയില്ല എങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകേണ്ടതെന്ന്. അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഈ ഒരു കാസിലിനകത്തേക്ക് എങ്ങനെ കയറണം ഈ കാൽഷ്യത്തിന് അറിഞ്ഞൂടാ. ഇനി കയറിയാൽ തന്നെ എങ്ങോട്ട് പോകണം എന്നും അറിയില്ല. അപ്പോഴാണ് വൈറ്റമിൻ ഡി, അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അവിടെ രംഗത്ത് വരുന്നത്. ഈ വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഇറങ്ങി വന്നേക്കുന്നത്. ഈ വൈറ്റമിൻ ഡി ഒരു ഗേറ്റ് കീപ്പറായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി കാൽഷ്യത്തിനോട് പറയും, ഞാൻ നിന്നെ അകത്തേക്ക് കയറ്റി വിടാം. അതായത് ഭക്ഷണത്തിൽ നിന്നും നിന്നെ എബ്സോർബ് ചെയ്യാൻ ഞാൻ സഹായിക്കാം. അതേപോലെ ഇൻറ്റസ്റ്റൈനിലേക്കുള്ള ഡോറ് ഞാൻ തുറന്നു തരാം. ഇങ്ങനെ നിനക്ക് ബ്ലഡ് സ്ട്രീമിലേക്ക് കയറാമെന്ന് വൈറ്റമിൻ ഡി കാൽഷ്യത്തിനോട് പറയും. അപ്പോൾ വൈറ്റമിൻ ഡി ആണ് ഈ ഡോറ് തുറന്നെടുത്ത്, അതായത് ഫുഡിൽ നിന്ന് നമ്മുടെ കാൽഷ്യത്തിനെ എബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. കൂടാണ്ട് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകാനുള്ള ആ വഴിയും തുറന്നു കൊടുക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡിയുടെ സഹായത്തിൽ കാൽഷ്യം കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് കയറി, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് കയറി. ഈ വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ ആ ഗേറ്റ് ഓപ്പൺ ആവില്ല. കാൽഷ്യത്തിന് ഒരു കാരണവശാലും നമ്മുടെ ബോഡിയിലേക്ക് കയറാൻ പറ്റില്ല, അതായത് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് കയറാൻ പറ്റില്ല. പക്ഷേ സൈറ്റിലേക്ക് കയറിയാലും എവിടെയാണ് പോയി പണിയെടുക്കേണ്ടതെന്ന് കാൽഷ്യത്തിന് അറിയില്ല. കാൽഷ്യത്തിന് അതാത് സ്ഥാനത്ത് പോയി ഇരുന്നില്ലെങ്കിൽ, പോയി കിഡ്നിയിലോ സോഫ്റ്റ് ടിഷ്യൂസിലോ ആർട്ടറീസിലോ ബ്ലഡ് വെസൽസിലോ ഒക്കെ പോയി ഇരുന്നാൽ അത് ശരീരത്തിൽ വേറെ പല അസുഖങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ ഈ വൈറ്റമിൻ ഡിയുടെ സഹായത്തോടുകൂടെ കാൽഷ്യം ബോഡിയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലും അതിനെവിടെ പോയി ഇരിക്കണമെന്ന് സഹായിക്കണമെങ്കിൽ അവിടെ വേറൊരു GPS വേണം. ആ GPS-ൻ്റെ റോള് ചെയ്യണതാണ് വൈറ്റമിൻ കെ. അപ്പോൾ വൈറ്റമിൻ കെ GPS ആയിട്ട് രംഗത്ത് വന്നിട്ട് പറയും, നീ എൻ്റെ കൈ പിടിച്ചോളൂ, നിന്നെ എവിടെയാണോ കൊണ്ടുയിരുത്തേണ്ടത് അവിടെ ഞാൻ നിന്നെ സേഫായിട്ട് കൊണ്ടുയിരുത്താമെന്ന് പറഞ്ഞ് വൈറ്റമിൻ കെ ആണ് ഈ കാൽഷ്യത്തിനെ ബോണിലും ടീത്തിലും ഒക്കെ കൊണ്ട് പ്ലേസ് ചെയ്യണത്. ആണ് GPS ആയിട്ട് വർക്ക് ചെയ്യണത്. നിന്നെ തെറ്റായ സ്ഥലത്തേക്ക് പോവാണ്ട് നിന്നെ ശരിയായ സ്ഥലത്ത് കൊണ്ടിരുത്താമെന്ന് പറഞ്ഞ് വൈറ്റമിൻ കെ ഈ കാൽഷ്യത്തിൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോയി അതാത് സ്ഥാനത്ത് ഇരുത്തും. അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണിൻ്റെ ഒരു കാസിൽ, അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ ബോണിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കാൽഷ്യമാണ്. ഈ കാൽഷ്യം എന്ന് പറഞ്ഞ ഹീറോയിനെ അതാത് സ്ഥലത്ത് കൊണ്ട് ഇരുത്താൻ സഹായിക്കുന്ന ഏറ്റവും രണ്ട് വലിയ ഫ്രണ്ട്സാണ് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ കെയും. പക്ഷേ ഈ ബോൺ സ്ട്രോങ് ആയിട്ടിരിക്കണമെങ്കിൽ ഇത് മാത്രം പോരാ. ഒരു വൺ മാൻ ഷോ അല്ല. അതായത് ഈ കാൽഷ്യം ബ്രിക്കും കൊണ്ടാണല്ലോ വരുന്നത്. ഈ ബ്രിക്കിനെ വേണ്ട രീതിയിൽ ഒട്ടിച്ചിരുത്താനായിട്ട് അവിടെ സിമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, അല്ലേ? അതേ ഒരു പ്രോസസ്സാണ് അവിടെ നമ്മുടെ ശരീരത്തിൽ മെഗ്നീഷ്യത്തിൻ്റെ റോള്. ഈ മെഗ്നീഷ്യമാണ് ഈ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഈ അടുക്കടുക്കായിട്ട് നമ്മുടെ ഈ ബോണിനെ സ്ട്രോങ് ആയിട്ട് വെക്കാൻ. കാൽഷ്യം ഇപ്പോൾ ഒരു ബ്രിക്കാണെങ്കിൽ അതിനെ സ്ട്രോങ് ആയിട്ട് നിർത്താനായിട്ട് സിമെൻറ്റ് ചെയ്യണ പോലെയാണ് മെഗ്നീഷ്യത്തിൻ്റെ റോൾ അവിടെ വരുന്നത്. നമ്മൾ സിമെൻറ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ റോഡ്സ്, സ്റ്റീൽ റോഡ്സ് നമ്മൾ ഇടില്ലേ, അതാണ് ഫോസ്ഫറസിൻ്റെ റോള്. അതായത് കോൺക്രീറ്റിൻ്റെ ഉള്ളിലെ സ്ട്രെങ്ത് കൊടുക്കുന്ന പോലെയാണ് ഫോസ്ഫറസ്. അപ്പോൾ നമ്മുടെ ബോണിനെ സ്ട്രോങ് ആയിട്ട് നിർത്താനായിട്ട്, ഫ്ലെക്സിബിൾ ആവാനും ബ്രിറ്റിൽ ആവാണ്ടിരിക്കാനും ഇത് സഹായിക്കണം. പിന്നെ ഇവിടെ നമ്മളൊരു കൺസ്ട്രക്ഷൻ സൈറ്റിലെ സ്കഫോൾഡിങ് പോലെ സപ്പോർട്ട് ചെയ്യണതാണ് പ്രോട്ടീൻ, സിങ്ക്, ഇങ്ങനെയുള്ളൊരു ഫ്രണ്ട്സ്. അപ്പോഴത്തേക്കും വൈറ്റമിൻ സി ഓടി വന്നിട്ട് ഒരു മെഷ് പോലെ വർക്ക് ചെയ്തിട്ട് കൊളാജൻ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യും. അതൊരു ഗ്ലൂ പോലെ മൊത്തത്തിൽ ഹോൾഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നല്ല സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് ഉണ്ടാവണം. ഇത് കൂടാണ്ട് വേറെയും കുറേ സഹായക്കാരുണ്ട്. അതാണ് ബി വൈറ്റമിൻസ്, അതായത് B6, B9, B12. അവർ ബോണിനെ ബിൽഡ് ചെയ്യൽ മാത്രമല്ല അതിൻ്റെ ജോലി, അതൊരു നെർവ് ഗാർഡിയനും കൂടിയാണ്. ബോണും നെർവ്സും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. കീപ്പിംഗ് ദ സിഗ്നൽ ഷാർപ്പ് ആൻഡ് സ്മൂത്ത്. അവർ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്ത് നെർവ് ഡാമേജുകൾ പ്രിവെൻറ്റ് ചെയ്യണം.
കാൽഷ്യത്തിന് മെഗ്നീഷ്യത്തിന് ബാലൻസ്ഡ് ആക്കി വെക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യണം, ഈ ബി വൈറ്റമിൻസ് എല്ലാം. ഈ ബി ടീമില്ലേ, ബി വൈറ്റമിൻ ടീം അവിടെ ഇരുന്ന് പറയും നമ്മൾ വലിയ സ്റ്റാർസ് ഒന്നും അല്ല, പക്ഷെ ബോൺ ഹെൽത്തിന് നമ്മളില്ലാണ്ടും പറ്റില്ല. സിഗ്നൽസ് പാസ് ചെയ്യാനും മസിൽസ് മൂവ് ചെയ്യാനും കാൽഷ്യത്തിന് എപ്പോൾ ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാനും എല്ലാത്തിനും ഈ ബി ടീം ആവശ്യമുണ്ട്. അങ്ങനെ ടുഗെദർ ദേ ഫോം എ ടീം. അപ്പോൾ നമ്മുടെ ബോൺ ഹെൽത്തിന് നമ്മൾ കാൽഷ്യം മാത്രം നമ്മുടെ അടുത്ത് കഴിക്കാറില്ല. അയ്യോ ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മുടെ ബോൺ ഭയങ്കരമായിട്ട് വീക്കാവും, നമ്മൾ കാൽഷ്യം കഴിക്കണമെന്ന്. കാൽഷ്യം മാത്രം കഴിച്ചാൽ പോരാ, കാൽഷ്യം നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ എത്ര ആൾക്കാർ അവിടെ വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് ന്യൂട്രിയൻ സപ്പോർട്ടാണോ നമുക്ക് കിട്ടുന്നതെന്നുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു കഥ രൂപത്തിൽ പറഞ്ഞു തന്നത്. സോ ടുഗെദർ ദേ ഫോം എ ടീം, each one supporting, guiding, absorbing, activating and building together. Strong, healthy ആയിട്ടുള്ള ഒരു ബോൺ കാസിൽ ഉണ്ടാക്കണമെങ്കിൽ ടീം വർക്ക് ഓഫ് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ഇസ് നീഡഡ്. കാരണം പലപ്പോഴും നമ്മൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതൊരു കഥ പോലെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് മനസ്സിലാക്കും. നമ്മുടെ ശരീരത്തിൽ ഓരോ വൈറ്റമിൻസും മിനറൽസും എങ്ങനെയാണ് ഒരു സ്ട്രോങ് ബോൺ ഹെൽത്ത് ഉണ്ടാക്കി തരണേ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇതേപോലെ ചെറിയ ചെറിയ ടിപ്സുകളായിട്ട് ഇനി അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക് യു, ബൈ.